ചൂട് സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് നമുക്ക് നല്ലൊരു ഫ്രോസൺ ഡിസേർട്ട് ഉണ്ടാക്കാം. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഡിസേർട്ടാണ്. മിക്സി മാത്രം മതിയാവും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 ഓറിയോ ബിസ്ക്കറ്റാണ്. ഓറിയോ ബിസ്ക്കറ്റിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ചോക്ലേറ്റ് ബിസ്ക്കറ്റും യൂസ് ചെയ്യാം. ഹൈഡ് ആൻഡ് സീക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഓറിയോ ബിസ്ക്കറ്റ് നമുക്കൊരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ 1/4 കപ്പ് ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്ന ക്രീം ചീസ് ബ്രിട്ടാനിയയുടേതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യാം. അപ്പോൾ 1/4 കപ്പ് ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രീം ചീസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ക്രീം ചീസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ ക്രീം ചീസ് ഇല്ലാതെ വിപ്പിംഗ് ക്രീം മാത്രം വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള മധുരം മാത്രമേ ഞാനിതിൽ ചേർക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ കൂടുതൽ മധുരം ചേർക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ 1/2 ടീൻ മിൽക്ക് മെയ്ഡ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മധുരമുള്ള വിപ്പിംഗ് ക്രീം ആയതുകൊണ്ടാണ് ഞാൻ 1/2 ടീൻ ചേർക്കുന്നത്. മധുരം ഇല്ലാത്താണെങ്കിൽ ഒരു 1/4 ടീനൊക്കെ വേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഓറിയോ ബിസ്ക്കറ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇതുപോലൊരു സ്പൂണോ മറ്റോ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലൊഴിച്ചതിന് ശേഷം ഇതിൻ്റെ മൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മൂടിയില്ലാത്ത പാത്രമാണെങ്കിൽ അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ക്ലിങ് ഫിലിമോ മറ്റോ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രീസറിൽ കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ ഒരു 6 മണിക്കൂറിന് ശേഷം നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഒരു 6 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് ഫ്രീസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കത്തിയോ മറ്റോ വെച്ചിട്ട് ഇതുപോലെ സൈഡിൽ നിന്നൊന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് സമയം ടാപ്പിൻ്റെ താഴെ വെള്ളത്തിലൊന്ന് പിടിച്ചു കൊടുത്താലും മതിയാവും. എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രോസൺ ഡെസേർട്ടാണ്. നമുക്ക് ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി ഡെസേർട്ടാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്ക് കുട്ടികൾക്ക് ഐസ്ക്രീമൊന്നും പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാതെ വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. നല്ല എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്